ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 1 മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് 10% വരെ വിലക്കുറവ് നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് ഇത്. സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു സർക്കാർ സ്ഥാപനം എന്നതിലപ്പുറത്തേക്ക് ബിസിനസ് സ്ഥാപനം എന്ന നിലയിലേക്ക് സപ്ലൈകോ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള റീറ്റെയിൽ ശൃംഖലകളോട് കിടപിടിക്കത്തക്ക വിധത്തിൽ അനുസൃതമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും സപ്ലൈകോ ആവിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ സഹായിക്കുന്ന വിധത്തിലുള്ള വിപണി ഇടപെടലും നടത്തുന്നു. നവംബർ 1 മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കും. 250 കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. 140 നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ 14 ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും. ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് 20 കിലോഗ്രാം അരി നൽകും. നിലവിൽ ഇത് 10 ഗ്രാമാണ്. നവംബർ 1 മുതൽ എല്ലാ റേഷൻ കാർഡുകാർക്കും 20 കിലോ അരി വീതം ലഭിക്കുന്നതാണ്. സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡുകൾ ഏർപ്പെടുത്തും. ഇതുവഴി ഓരോ പർച്ചേസിലും പോയിന്റുകൾ ലഭിക്കുകയും ഈ പോയിന്റുകൾ വഴി പിന്നീടുള്ള പർച്ചേസുകളിൽ വിലക്കുറവ് ലഭിക്കുകയും ചെയ്യും. ഈ സാമ്പത്തിക വർഷത്തിൽ 30 മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളും 15 മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളുമായി നവീകരിക്കും. GST പുനഃക്രമീകരണം വന്നപ്പോൾ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലക്കുറവിൻ്റെ ആനുകൂല്യം സപ്ലൈകോ പൂർണ്ണതോതിൽ ഉപഭോക്താക്കൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ മറ്റ് വിൽപ്പനശാലകളിൽ കൂടി വിപണനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മില്ലുടമകളുമായി ധാരണയിലെത്തിയതിനു ശേഷം നെല്ല് സംഭരിച്ച് പ്രോസസ് ചെയ്ത് സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി വിപണനം ചെയ്യുന്നതും പരിഗണനയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക. നീല വെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവരിൽ BPL കാർഡിന് യോഗ്യതയുള്ളവർക്ക് അതിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ്. PHS പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അർഹതയുള്ള നീല വെള്ള കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ്. തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഒക്ടോബർ 28 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്. അടുക്കള പൊട്ടിപ്പൊളിഞ്ഞതാണോ? വേണ്ടത്ര സൗകര്യങ്ങളില്ലേ? പുതുക്കാൻ സർക്കാർ ഇതാ 75,000 രൂപ തരുന്നു. തിരിച്ചടയ്ക്കേണ്ട ഈസി കിച്ചൺ പദ്ധതി തദ്ദേശ വകുപ്പാണ് നടപ്പാക്കുന്നത്. പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പണം വകയിരുത്താൻ തദ്ദേശ വകുപ്പ് നിർദ്ദേശിച്ചു. പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ സംയുക്ത പങ്കാളിത്തമാണ്. ഫണ്ട് അനുസരിച്ച് അടുക്കളയുടെ എണ്ണം തീരുമാനിക്കാം. വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ 2 ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ 3 ലക്ഷം രൂപയിലും കൂടാത്തവരാണ് അർഹർ. പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധിയില്ല. ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായമില്ല. കൂടാതെ മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും കിട്ടില്ല. അടുക്കളയ്ക്കുള്ള പണം വക മാറ്റാനുമാകില്ല. ടൈൽസ്, സിങ്ക്, വാട്ടർ ടാങ്ക് എന്നിവക്കാണ് കിട്ടുക. പരമാവധി 24 × 2.4 മീറ്ററിലുള്ള മീഡിയം സൈസ് കിച്ചൺ നവീകരിക്കുന്നതിനാണ് പദ്ധതി. ബലക്ഷയമുള്ളതോ പൊട്ടിപ്പൊളിഞ്ഞതോ ആയ തറ പൊളിച്ച് സിറാമിക് ടൈലിടാം. ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കിച്ചൺ സ്ലാബ് സജ്ജീകരിക്കൽ, MDF ഉപയോഗിച്ച് കിച്ചൺ കബോർഡ് നിർമ്മാണം, പ്ലാസ്റ്ററിംഗ്, അടുപ്പ് നിർമ്മാണം, സിങ്ക് സ്ഥാപിക്കൽ ഇവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. 200 ലിറ്റർ വാട്ടർ ടാങ്ക്, പ്ലംബിംഗ്, പെയിൻറ്റിംഗ്, സോക്ക് പിറ്റ് നിർമ്മാണം, ഇലക്ട്രിക് പ്രവൃത്തികൾക്ക് 6,000 രൂപയും ഉപയോഗിക്കാം. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.